അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദൽ മുർസലീൻ. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ അള്ളാഹു അകറ്റിത്തരട്ടെ. ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ധാരാളം ആളുകൾ നമ്മളെ മജ്ലിസിൽ പല പ്രയാസങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. റബ്ബേ, എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ റഹ്മാനെ. എല്ലാവർക്കും നീ സമാധാനം നൽകണേ അല്ലാ. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ദുൽഹജ്ജ് മാസം നമ്മളിലേക്ക് ആഗതമായിരിക്കുകയാണ്. ഇന്ന് പവിത്രമായ ദുൽഹജ്ജ് ഒന്നാമത്തെ ദിവസമാണ്. ദുൽഹജ്ജ് 1 മുതൽ 10 വരെ വളരെയേറെ പോരിശകൾ നിറഞ്ഞതാണെന്ന് മഹാനായ നബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകം പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പവിത്രമായ രാത്രിയിലും പകലിലും ഒക്കെ നമ്മൾ ഇബാദത്തിലായി മുഴുകണം. കഴിവിന്റെ പരമാവധി അള്ളാഹുവിലേക്ക് അടുക്കണം. ധാരാളം ദിക്റുകൾ ചൊല്ലണം, സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം. അതുപോലെ തന്നെ തക്ബീറുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ പവിത്രമായ ദിവസങ്ങളിൽ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ കഴിയുന്ന ആളുകളൊക്കെ ഉളുഹിയത്ത് അറുക്കുക, നല്ല ഡ്രസ്സ് വാങ്ങുക, കഴിയുന്ന ആളുകളൊക്കെ പാവപ്പെട്ടവരെ സഹായിക്കുക. ഈ പവിത്രമായ മാസത്തില് ഈ പവിത്രമായ ദിവസങ്ങളിൽ സ്വതക്ക ചെയ്തു കഴിഞ്ഞാൽ അമ്പിയാക്കൾക്ക് സ്വതക്ക ചെയ്ത പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുമെന്ന് മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഉന്യത്ത് എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഈ പവിത്രമായ സമയത്ത് ദിക്ർ ദുആ മജ്ലിസിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായി മജ്ലിസിൽ പങ്കെടുക്കുക. അതുപോലെ തന്നെ നമ്മളെ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. ഈ പവിത്രമായ മാസത്തില്, ഈ പവിത്രമായ ദിവസത്തില് നമ്മളെ മജ്ലിസ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് അവർ ഈ മജ്ലിസിൽ വന്ന് നാം ചൊല്ലുന്ന ദിക്റോ സലാത്തോ ചൊല്ലിക്കഴിഞ്ഞാൽ അവര് ചൊല്ലിയതുപോലത്തെ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകുകയാണ്. അതുകൊണ്ട് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കാൻ ആരും മടി കാണിക്കണ്ട എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. وإلى حضرة سيدنا وحبيبنا ومنجينا ومرشدنا وهادينا محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة أجمير خواجة قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيم ولي الله المدبوري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. സ്വീകരിക്കണേ റഹ്മാനെ, കബൂൽ ചെയ്യണേ അല്ലാ. ഞങ്ങൾ ചൊല്ലിയ പവിത്രമായ ഫാത്തിഹ സൂറത്തുകളുടെ ബറക്കത്ത് കൊണ്ട്, ഈ പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ സർവ്വ പ്രയാസങ്ങളും അകറ്റണേ അല്ലാ. സർവ്വ ബുദ്ധിമുട്ടുകളും അകറ്റണേ അല്ലാ. ഈമാൻ നൽകണേ അല്ലാ. കടങ്ങളെ തൊട്ടുകാക്കണേ അല്ലാ. മരണപ്പെട്ടുപോയ ഖബർ വിശാലമാക്കണേ
അല്ലാ. രോഗികളുടെ രോഗങ്ങളെ മുഴുവനും നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളെ മജ്‌ലിസ് സ്വീകരിക്കണേ റഹ്മാനെ. മജ്‌ലിസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുന്ന നല്ല സ്നേഹമുള്ള ഈ മജ്‌ലിസിനെ സ്നേഹിക്കുന്ന ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, സഹോദരിമാരുണ്ട്, സഹോദരന്മാരുണ്ട്. അവരെ നീ ഖബൂൽ ചെയ്യണേ അല്ലാ. അവരെ ഇബാദത്തുകൾ സ്വീകരിക്കണേ റഹ്മാനെ. ഈ മജ്‌ലിസിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ എല്ലാ മുറാദുകളും ഹാസിലാക്കി കൊടുക്കണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ സ്വലാത്തുൽ ഫാത്തിഹ് ചൊല്ലുകയാണ്. സ്വലാത്തുൽ ഫാത്തിഹ് എല്ലാ മാസവും ചൊല്ലണം. സ്വലാത്തുൽ ഫാത്തിഹ് എല്ലാ ദിവസവും ചൊല്ലണം. സ്വലാത്തുൽ ഫാത്തിഹ് ചൊല്ലി 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 ഹബീബിലേക്ക് അടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഹബീബായ മുത്തുനബിയുടെ തിരുനോട്ടം പ്രത്യേകം അവർക്ക് ലഭിക്കുമെന്നുള്ളതാണ്. അള്ളാഹുവിന്റെ ഖൈറിന്റെ കവാടങ്ങൾ അള്ളാഹു അവർക്ക് തുറന്നു കൊടുക്കുമെന്നുള്ളതാണ്. ഒരുമിച്ച് നമുക്ക് സ്വലാത്തുൽ ഫാത്തിഹ് ചൊല്ലാം. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق
والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم സ്വീകരിക്കണേ റഹ്മാനെ സ്വലാത്തുൽ ഫാത്തിഹ കബൂൽ ചെയ്യണേ അല്ലാഹ് സ്വലാത്തുൽ ഫാത്തിഹിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാ മുറാദുകളും ഹാസിലാക്കണേ അല്ലാഹ് എല്ലാ പ്രയാസങ്ങളും അകറ്റി തരണേ റഹ്മാനെ ഖൈറിന്റെ കവാടങ്ങൾ ഞങ്ങളിലേക്ക് തുറക്കണേ റഹ്മാനെ സമ്പത്തിന്റെ കവാടങ്ങൾ തുറക്കണേ റഹ്മാനെ എല്ലാ ഹാജത്തുകളും നീ നിറവേറ്റണേ അല്ലാഹ് അതിനീ സ്വലാത്തുൽ ഫാത്തിഹ കാരണമാക്കണേ റഹ്മാനെ ദാറുൽ മുബീൻ മജ്ലിസ് കാരണമാക്കണേ അല്ലാഹ് ഒരുപാട് ഉമ്മമാര് ഉപ്പമാര് സഹോദരി സഹോദരന്മാര് പല പല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ മജ്ലിസിൽ ചെല്ലുന്ന ദിക്റുകൾ സ്വലാത്തുകൾ ചെല്ലുന്നത് ആ ഉദ്ദേശങ്ങൾ മുഴുവനും നീ പൂർത്തീകരിക്കണേ റഹ്മാനെ അതിന് മജ്ലിസ് കാരണമാക്കണേ അല്ലാഹ് ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് എല്ലാവരും ആത്മാർത്ഥമായി ചെല്ലണം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസം തഹ്ലീൽ അധികരിപ്പിക്കാനും തക്ബീർ അധികരിപ്പിക്കാനും ഹംദ് അധികരിപ്പിക്കാനും പറഞ്ഞിട്ടുണ്ട് ഈ തക്ബീറും തഹ്ലീലും അതുപോലെ തന്നെ ഹംദും ഒരുമിച്ച് കൂടിയ വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്ർ മുത്തുനബി തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ആ ദിക്റാണ് നമ്മൾ ചൊല്ലുന്നത് ഈ ദിക്ർ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസം നമ്മൾ ആവർത്തിച്ച് ചൊല്ലിക്കഴിഞ്ഞാൽ ഒട്ടനവധി അനുഗ്രഹങ്ങൾ നമ്മൾക്ക് നൽകുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾക്ക് ഒരുമിച്ച് ചൊല്ലാം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ 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 സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله
അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു 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 അക്ബർ. ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ തക്ബീറിന് 1000 പ്രതിഫലം നൽകണേ അല്ലാഹ്. ഞങ്ങളെ എല്ലാ ബുദ്ധിമുട്ടുകളും അകറ്റണേ അല്ലാഹ്. സമാധാനം നൽകണേ അല്ലാഹ്. ആഫത്ത് മുസീബത്തുകളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഖൈർ നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത് അള്ളാഹുവിന്റെ ഇസ്മു ചേർന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന ഹദ്ദാദ് ഇമാം ഹദ്ദാദിൽ വരെ കൊണ്ടുവന്നിട്ടുണ്ട്. അത്രയും പവിത്രമായ ഇസ്മു ചേർന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. നമ്മൾക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായി ചൊല്ലാം. യാദൽ ജലാലി വൽ ഇക്റാം മിത്നാ അലാ ദീനിൽ ഇസ്ലാം യാദൽ ജലാലി വൽ ഇക്റാം മിത്നാ അലാ ദീനിൽ ഇസ്ലാം യാദൽ ജലാലി വൽ ഇക്റാം മിത്നാ അലാ ദീനിൽ ഇസ്ലാം يا ذا الجلال والإكرام متنا على دين الإسلام 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 يا ذا الجلال والإكرام متنا على
دين الإسلام يا ذا الجلال والإكرام متنا على دين الإسلام يا ذا الجلال والإكرام متنا على دين الإسلام يا ذا الجلال والإكرام متنا على دين الإسلام يا ذا الجلال والإكرام متنا على دين الإسلام يا ذا الجلال والإكرام متنا على دين الإسلام يا ذا الجلال والإكرام متنا على دين الإسلام يا ذا الجلال والإكرام متنا على دين الإسلام يا ذا الجلال والإكرام متنا على دين الإسلام يا ذا الجلال والإكرام متنا على دين الإسلام ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഈ ദിക്റിന്റെ ഇസ്മിന്റെ ബർക്കത്ത് കൊണ്ട് ഈമാനോടെ മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ. കലിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. അന്തസ് നൽകണേ അല്ലാഹ്. അഭിമാനം നൽകണേ അല്ലാഹ്. എല്ലാ പ്രയാസങ്ങളും അകറ്റിത്തരണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത് ആഫത്ത് മുസീബത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. നമുക്കറിയാം പലയിടങ്ങളിലായി മഴകൾ പെയ്തു ദുരന്തങ്ങൾ സംഭവിക്കുന്നുണ്ട്. ആക്സിഡന്റുകളൊക്കെ അധികരിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാലത്താണ്, ഗൗരവമുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ, വെള്ളപ്പൊക്കത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന നമ്മൾക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായി ദുആ ചെയ്യാം. അല്ലാഹുമ്മ ദ്ഫർ ബലിയാതിനാ യാ ദാഫിയൽ ബലിയാത് അല്ലാഹുമ്മ ادفع بلياتنا يا دافع البليات اللهم 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 ادفع بلياتنا يا دافع البليات സ്വീകരിക്കണേ അല്ലാഹ്. ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ആഫത്ത് മുസീബത്തുകളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ആക്സിഡന്റ് പോലത്തെ അപകടങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയും കുടുംബങ്ങളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളെ സമ്പത്തില് സാലറിയിലൊക്കെ ബറക്കത്ത് നൽകണേ അല്ലാഹ്.
ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത് അസ്മാഉൽ ഹുസ്നയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ്. ഈ ഇസ്മു നമ്മളെ ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ പിന്നെ ഒരാളെ മുന്നിലും തലകുനിക്കേണ്ടി വരില്ല. ഒരാളുടെ മുന്നിലും കൈ നീട്ടാതെ അന്തസ്സോടുകൂടെ നല്ല റാഹത്തോടെ ജീവിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ആത്മാർത്ഥമായി നമുക്ക് ചൊല്ലാം. യാ അസീസു യാ അല്ലാഹ്, 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 يا عزيز يا الله 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 സ്വീകരിക്കണേ റബ്ബേ. ഈ ഇസ്മിന്റെ ബർക്കത്ത് കൊണ്ട് അഭിമാനം നഷ്ടപ്പെടുത്തല്ല അല്ലാഹ്. ഒരാളുടെ മുന്നിലും തലകുനിക്കേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാഹ്. ഒരാളുടെ മുന്നിലും കൈ നീട്ടേണ്ട അവസ്ഥ വരുത്തല്ല റബ്ബേ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചൊല്ലുന്നത് അഫ്ളലു ദിക്റാണ്. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസം ഈ അഫ്ളലു ദിക്ർ ചൊല്ലാൻ മഹാന്മാര് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏതാണ് അഫ്ളലു ദിക്ർ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതാണ് ദിക്റുകളുടെ രാജാവ്. ദിക്റിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ ഉണ്ടെങ്കിൽ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്പം നമ്മൾക്ക് ഒരുമിച്ച് ചൊല്ലാം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 لا إله إلا الله 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 لا إله إلا
illallah, la ilaha 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 illallah. ഖബൂൽ ചെയ്യണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലയുടെ ബറക്കത്ത് കൊണ്ട് ഈമാൻ നൽകണേ അല്ലാഹ്, ഹൃദയം നന്നാക്കി തരണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. മനസ്സിലുള്ള കിബിർ, അഹങ്കാരം, റിയാ അങ്ങനെ തുടങ്ങി ഹൃദയത്തിന്റെ എല്ലാ രോഗങ്ങളും മാറ്റിവെക്കുക. നമ്മളെ മനസ്സിൽ കിബിർ ഉണ്ടെങ്കിൽ, നമ്മളെ മനസ്സിൽ അസൂയ ഉണ്ടെങ്കിൽ, നമ്മളെ മനസ്സിൽ മറ്റൊരാളോട് വെറുപ്പുണ്ടെങ്കിൽ നമ്മളെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കൂല, അള്ളാഹു നമ്മളെ മൈൻഡ് ചെയ്യൂല. അതുകൊണ്ട് ആദ്യം വേണ്ടത് നമ്മളെ കൽബ് നന്നാക്കലാണ്. കൽബ് നന്നാക്കി ഏത് മജ്‌ലിസിൽ നിങ്ങൾ പങ്കെടുത്താലും അള്ളാഹു അത് കബൂൽ ചെയ്യുമെന്നുള്ളതാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ, അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഇഖ്ലാസ് ഓതാം, അതുപോലെ തന്നെ മുഅവ്വിദത്തൈനി ഓതി പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الله സ്വീകരിക്കട്ടെ. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا وشفينا محمد. അർഹമുർ റഹീമീനായ പരമദയാലുവായ കരുണക്കടലായ അല്ലാഹ്, ദുൽഹജ്ജ് മാസത്തിലെ 1-ാമത്തെ ദിവസമാണ് ഞങ്ങൾ ഈ മജ്‌ലിസ് നടത്തുന്നത്. ഖബൂൽ ചെയ്യണേ റഹ്മാനെ, സ്വീകരിക്കണേ അല്ലാഹ്, അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. ഞങ്ങൾക്കൊക്കെ ഓരോ മുറാദുകളുണ്ട്, എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി തരണേ അല്ലാ. എല്ലാ കഷ്ടപ്പാടുകളും നീ അകറ്റി തരണേ റഹ്മാനെ. രോഗികളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. ക്യാൻസർ ഉള്ള ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ പ്രഷർ ഉള്ളവര്, ഷുഗർ ഉള്ളവര്, കണ്ണുവേദന, ഊരവേദന, തലവേദന, വൃക്കക്ക് പ്രശ്നമുള്ള ആളുകള്, കിഡ്നിക്ക് പ്രയാസമുള്ള ആളുകളുണ്ട് റബ്ബേ, ഓപ്പറേഷൻ പറഞ്ഞ ആളുകളുണ്ട് റബ്ബേ, ഹോസ്പിറ്റലിലുള്ള ആളുകളുണ്ട് അല്ലാ. എല്ലാവരുടെ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാ. ആയിരാരോഗ്യം നൽകണേ റഹ്മാനെ. മാരകമായ രോഗങ്ങളുടെ വൈറസുകള് സാധുക്കളായ ഞങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തു കളയണേ റഹ്മാനെ. പടച്ചവനെ, ഒരുപാട് ആളുകള് കടങ്ങള് കാരണം പ്രയാസത്തിലാണ്. ഈ ദുൽഹിജ്ജ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് കടങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരാളുടെ മുന്നിലും കൈ നീട്ടേണ്ട അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല റഹ്മാനെ. സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ റഹ്മാനെ. കടമുള്ളവർക്ക് കടങ്ങൾ വീട്ടാനുള്ള നല്ല വഴികൾ തുറക്കണേ അല്ലാ. നിന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തണേ റബ്ബേ. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, അവർക്കൊക്കെ അനുയോജ്യമായ ജോലി കൊടുക്കല്ല. ഉദ്ദേശിച്ച പഠിച്ച ജോലി കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. വീടില്ലാത്ത ഒരുപാട് ആളുകള്, അവർക്കൊക്കെ നല്ല വീട് കൊടുക്കണേ
കൊടുക്കണേ അല്ലാ. ഉദ്ദേശിച്ച വീട് കൊടുക്കണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് നല്ല സ്വാലീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. മക്കളെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന മക്കളാക്കണേ പടച്ചവനെ. മക്കളെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേ അല്ലാ. സ്നേഹമുള്ള മക്കളാക്കണേ പടച്ചവനെ. സന്തോഷം നൽകുന്ന മക്കളാക്കണേ പടച്ചവനെ. ഒരുപാട് സഹോദരി സഹോദരന്മാരുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നമാണ്. ഭർത്താക്കന്മാരെ ദുസ്വഭാവം, ഭാര്യമാരെ ദുസ്വഭാവം നന്നാക്കി കൊടുക്കണേ അല്ലാ. നല്ല ജീവിതം നൽകണേ അല്ലാ. റാഹത്തുള്ള ദാമ്പത്യ ജീവിതം നൽകണേ അല്ലാ. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് കഷ്ടപ്പെടുന്ന ഒരുപാട് ഉമ്മമാര് ഉപ്പമാരുണ്ട്. അതൊക്കെ വീട്ടാനുള്ള നല്ല വഴി തുറന്നു കൊടുക്കണേ അല്ലാ. ഇനി ഒരിക്കലും ബാങ്കിൽ നിന്ന് ലോൺ എടുക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങളെ മജ്ലിസ് കാണുന്നവർക്ക് നൽകല്ല അല്ലാ. അതിനീ മജ്ലിസ് കാരണമാക്കണേ അല്ലാ. സ്വലാത്തുൽ ഫാത്തിഹ കാരണമാക്കണേ അല്ലാ. ദുൽഹജ്ജ മാസം കാരണമാക്കണേ റഹ്മാനെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഇയാല തൗഫീഖ് നൽകണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളെ മജ്ലിസ് കാണുന്ന പലരും ഹജ്ജിന് പോയിട്ടുണ്ട്. അവർക്കൊക്കെ നല്ല നിലക്ക് ഹജ്ജിന്റെ കർമ്മങ്ങൾ ചെയ്യാൻ, മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ചെയ്യാൻ ഭാഗ്യം നൽകണേ റഹ്മാനെ. മുത്തുനബിയെ സ്വപ്നം കാണാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. സാധുക്കളായ ഞങ്ങൾക്കും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. അതിനുള്ള സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ റഹ്മാനെ. ഞങ്ങളെ സ്വഭാവം നന്നാക്കണേ അല്ലാ. ഒരാളും വെറുക്കുന്ന സ്വഭാവം നൽകല്ല അല്ലാ. 5 വക്ത് നിസ്കരിക്കാനുള്ള മനസ്സ് ഞങ്ങൾക്കും ഞങ്ങളെ കുടുംബങ്ങൾക്കും മക്കൾക്ക് നൽകണേ റഹ്മാനെ. പടച്ചവനെ, പല മക്കളെയും സ്കൂളിൽ ചേർത്തിട്ടുണ്ട് റബ്ബേ. മക്കൾക്കൊക്കെ ക്ലാസ്സുകളിൽ ഫസ്റ്റ് റാങ്ക് നൽകണേ അല്ലാ. ബുദ്ധി കൂർമ്മത നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റാത്തത് ഞങ്ങളെ മക്കളിലൂടെ കാണാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. അതിന് ഈ മജ്ലിസ് കാരണമാക്കണേ അല്ലാ. കൺകുളിർമയുള്ള മക്കളാക്കണേ അല്ലാ. സ്നേഹമുള്ള മക്കളാക്കണേ റഹ്മാനെ. പടച്ചവനെ, നിനക്ക് വഴിപ്പെട്ട് നല്ല ഇബാദത്ത് ചെയ്യാനുള്ള മനസ്സ് ഞങ്ങളെ മക്കൾക്ക് നൽകണേ റബ്ബേ. അർഹമുർറാഹിമീനായ അല്ലാഹ്, ഞങ്ങൾക്കും ഞങ്ങളെ പാവപ്പെട്ട മാതാപിതാക്കള്, ഭാര്യ മക്കള്, കുടുംബക്കാര്, സ്നേഹിച്ചവരുണ്ട്, സഹായിച്ചവരുണ്ട്, ഞങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട്, അയൽവാസികള്, വല്ലുപ്പ വല്ലുമ്മമാര്, ഭക്ഷണം തന്നവരുണ്ട് റബ്ബേ. ഇങ്ങനെ ഒരുപാട് ആളുകൾ, എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും ഇസ്സത്തും ഖുവത്തും റാഹത്തും ഈമാനും തഖ്വയും നൽകണേ റഹ്മാനെ. സാധുക്കളായ ഞങ്ങൾക്ക് ഒരു പ്രാവശ്യമെങ്കിലും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ചെയ്യാല തൗഫീഖ് നൽകണേ റഹ്മാനെ. അതേ മുത്തുനബിയുടെ റൗളയിൽ പോയി അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദൽ മുർസലീൻ എന്ന് ഒരു പ്രാവശ്യമെങ്കിലും പറയാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ. ആ ഹബീബിനെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും സ്വപ്നം കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. അതിന് ഈ മജ്ലിസ് കാരണമാക്കണേ റഹ്മാനെ. മരണപ്പെട്ടു പോയ ധാരാളം ആളുകൾ, അവരെ ഖബർ വിശാലമാക്കണേ അല്ലാ, സ്വർഗമാക്കണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും അവിടെ ആഖിറത്തിൽ സ്വർഗത്തിൽ വെച്ച് ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ആക്സിഡന്റുകളെ എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന വല്ലാത്ത ഒരു കാലത്താണ് ഞങ്ങൾ ജീവിക്കുന്നത്. മഴ കാരണം, വെള്ളം കാരണം ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്നുണ്ട്. മഴ ഞങ്ങൾക്ക് ഖൈറാക്കണേ അല്ലാ. മഴ ഒരു അദാബായി വരുമെന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അദാബാക്കല്ല അല്ലാ. മഴ ഞങ്ങൾക്ക് റഹ്മത്താക്കണേ അല്ലാ. ജീവിക്കാൻ ആവശ്യമായ വെള്ളം നൽകണേ റഹ്മാനെ. പടച്ചവനെ, ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ആക്സിഡന്റ് പോലത്തെ അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഷോക്കേൽക്കുന്ന തൊട്ട് കാക്കണേ റഹ്മാനെ. കവർച്ചക്കാർ തൊട്ട് കാക്കണേ അല്ലാ. വിഷമേൽക്കുന്ന തൊട്ട് കാക്കണേ റബ്ബേ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. മരിക്കുന്ന സമയത്ത് ഈമാനോടെ മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റബ്ബേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. നിന്റെ ലിഖാഹ് കാണാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. ഒരുപാട് ആളുകൾ പലതും പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ സർവ്വ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കല്ലാ. സർവ്വ ഹാജത്തുകളും നിറവേറ്റി കൊടുക്കണേ അല്ലാ.
എല്ലാ പ്രയാസങ്ങളും അകറ്റി കൊടുക്കണേ റഹ്മാനെ. എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. ഈ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന നല്ല ഈമാനുള്ള തഖ്വയുള്ള ഈ മജ്ലിസിനെ സ്നേഹിക്കുന്ന പാവപ്പെട്ട ഉമ്മമാര് ഉപ്പമാര് അവരെ നീ ഖബൂൽ ചെയ്യണേ അല്ലാ. അവരെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട്. എല്ലാം അറിയുന്ന അല്ലാ, എല്ലാം കാണുന്ന അല്ലാ, എല്ലാം കേൾക്കുന്ന അല്ലാ, ഞങ്ങളെ എല്ലാ പ്രയാസങ്ങളും അകറ്റണേ അല്ലാ. എല്ലാ ടെൻഷനുകളും അകറ്റണേ റബ്ബേ. എല്ലാ ബുദ്ധിമുട്ടുകളും അകറ്റണേ റബ്ബേ. അതെ, 10ാം ക്ലാസ്സിൽ ജയിച്ചിട്ട് ഒരുപാട് മക്കൾക്ക് +2-ലും +1-ലൊന്നും സീറ്റ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ആ മക്കൾക്കൊക്കെ ഗവൺമെന്റിൽ തന്നെ നല്ല ഒരു സീറ്റ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. നല്ല ഉഷാറായി +1-ഉം +2-ഉം പഠിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കണേ റബ്ബേ. മുഅ്മിനീങ്ങളെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ അല്ലാ. മുഅ്മിനീങ്ങൾക്ക് നീ ഖൈർ നൽകണേ റഹ്മാനേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വഇയ്യാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസ് അവസാനിപ്പിക്കുകയാണ്. വീണ്ടും ഉച്ചക്ക് 1 മണിക്ക് മജ്ലിസ് ഉണ്ടാകും. ഈ മജ്ലിസ് കാണുന്ന എല്ലാ ആളുകളും ഉച്ചക്കത്തെ 1 മണിക്കത്തെ ക്ലാസ് കേൾക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് ഇന്ന് ഉച്ചക്ക് നമ്മൾ പറയാൻ പോകുന്നത് ദുൽഹജ്ജ് മാസത്തിൽ നാം മനസ്സിലാക്കി വെക്കേണ്ട 6 കാര്യങ്ങളുണ്ട്. വെറും ദിക്റും സലാത്തും മാത്രമല്ല, 6 കാര്യങ്ങൾ ദുൽഹജ്ജ് മാസത്തിൽ നാം ചെയ്തു കഴിഞ്ഞാൽ എണ്ണമറ്റ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകുകയാണ്. ഏതൊക്കെയാണ് 6 കാര്യങ്ങളെന്ന് വിശദമായി ഇന്നത്തെ മജ്ലിസിലൂടെ 1 മണിക്ക് നമ്മൾ പഠിക്കും. ഉച്ചക്ക് 1 മണിക്ക് പഠിക്കും. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട 2 സൂറത്തുകളുണ്ട്. ആ 2 സൂറത്തുകൾ ഇൻഷാ അല്ലാഹ് ഈ മാസം നമ്മൾ ഓതി തീർക്കേണ്ടതുണ്ട്. ഏതൊക്കെയാണ് ആ 2 സൂറത്തുകൾ എന്നും ഇന്നത്തെ ഉച്ചക്കത്തെ മജ്ലിസിൽ പറയും. അതുകൊണ്ട് എല്ലാ ആളുകളും അതിൽ പങ്കെടുക്കുക. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.